കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 2 ഉണക്കയിലയാണ് എടുത്തിട്ടുള്ളത്. ഈ അയില കൊണ്ട് നമ്മൾ ഒരു കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അയില നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് കളയാനിടാം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നാക്കി എടുത്താൽ മതി. നമ്മൾ അയില നിന്ന് വെട്ടിക്കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവോള, കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, മാങ്ങ, ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ കറി വയ്ക്കുമ്പോൾ ചേർക്കുമ്പോൾ പറയാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞ് കുറച്ചിട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂപ്പായി വന്നിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പുളി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി ലേശം ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉണക്കയിലയാണ്, അത് കാരണം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലിട്ട് കറി വേവാറാവുമ്പോൾ നമുക്ക് ഉപ്പില്ലെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. രണ്ടയിലയാണ് നമ്മളെടുത്തത്. അത് 3 കഷ്ണമാക്കിയിട്ടുണ്ട് ഓരോന്നും. ഉണക്കയില ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ. പച്ചമീനെക്കാട്ടി നല്ലതാണ് നമുക്ക് ഈ ഉണക്ക മീൻ കൊണ്ട് ഇങ്ങനെയൊക്കെ കറി തയ്യാറാക്കുന്നത്. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. കറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് ലേശം കുറവാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മീനിൽ നിന്ന് ഉപ്പ് ഇറങ്ങും. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അടച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയായി നമ്മുടെ ഉണക്കയിലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനാണ് എത്ര ചോറ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഈ ഒരു കറി ഉണ്ടെങ്കിൽ. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത്, ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.